ഡൽഹി സ്ഫോടനത്തെക്കുറിച്ചുള്ള ഒരു പോസ്റ്റിൻ്റെ താഴെ കാണാൻ സാധിച്ച ഒരു കമൻ്റാണിത്. തീവ്രവാദം പഠിപ്പിക്കുന്ന മദ്രസയും ഖുർആനും ഇന്ത്യയിൽ നിരോധിക്കുക എന്ന്. ആരുടെ ഐഡൻറ്റിറ്റി ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല. ആ കമൻ്റ് ഇട്ട വ്യക്തിക്കറിയാമല്ലോ താനാണത് ചെയ്തതെന്ന്. ആ വ്യക്തിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, മദ്രസയിലും ഖുർആനിലും തീവ്രവാദമാണ് പഠിപ്പിക്കുന്നതെന്ന് തന്നോട് ആരാ പറഞ്ഞത്? ഖുർആനിലെ സൂറത്തുൽ കാഫിറിനിലൂടെ അല്ലാഹു തആല പറയുന്നത്, നിങ്ങൾ മറ്റുള്ളവരുടെ മതത്തെ ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ പോകരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, അവർക്ക് അവരുടെ മതമെന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ശത്രുവിനെ പോലും മിത്രമായി കണ്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രമാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത്. എല്ലാ മതസ്ഥരും ഒരുപോലെ സന്തോഷത്തോടെ ജീവിച്ച ഖുലഫാഉർ റാഷിദീങ്ങളുടെ ജീവചരിത്രമാണ്, അവരുടെ ഭരണകാലമാണ് മദ്രസയിലൂടെ പഠിപ്പിക്കുന്നത്. സമൂഹത്തിൽ എങ്ങനെ നല്ല രീതിയിൽ പെരുമാറണമെന്ന് അവരെ പഠിപ്പിക്കാൻ ചെറുപ്പത്തിലെ പ്രത്യേകം തയ്യാറാക്കിയ പാഠപുസ്തകങ്ങളിലൂടെ അവരെ വളർത്തിയെടുത്ത് പക്വത കൈവരിക്കുന്നതോടെ അവരെ സമൂഹത്തിന് സമർപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ സമർപ്പിച്ച ഒരു കൂട്ടായ്മയാണ് SKSSFൻ്റെ വിഖായ പോലത്തവ. അല്ലാതെ പേരുകൊണ്ട് മുസ്ലിമാവുകയോ അല്ലെങ്കിൽ മാതാവോ പിതാവോ മുസ്ലിമായതിൻ്റെ പേരിൽ മക്കളെയെല്ലാം മുസ്ലിമായി ചിത്രീകരിക്കുകയോ ചെയ്തിട്ട് കാര്യമില്ല. അവരുടെ പ്രവർത്തനങ്ങളാണ് അവർ ഏത് മതത്തിൽപ്പെട്ടവരാണെന്ന് തീരുമാനിക്കുന്നത്. ആ പ്രവർത്തനങ്ങൾ എന്താണെന്നറിയണമെങ്കിൽ ഇസ്ലാമിനെ കൃത്യമായും വ്യക്തമായും പഠിക്കാൻ ശ്രമിക്കണം. അപ്പോഴറിയാം ഇസ്ലാം എന്താണ്, മുസ്ലിം എന്താണെന്നൊക്കെ. അല്ലാതെ പുറത്തിരുന്നു കൊണ്ട് വെറുതെ കമൻ്റ് അടിച്ചിട്ട് ഒരു കാര്യവുമില്ല.